ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയനെടുത്ത ആദർശ് ഫോൺ എടുക്കാഞ്ഞതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നയന. എൻ്റെ നമ്പറൊക്കെ റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ടിട്ടാണുള്ളത്. അതിനർത്ഥം എന്നെ വേണ്ട എന്നുള്ളത് തന്നെയാണ്, എന്നെ തന്നെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മുത്തശ്ശൻ്റെ അവസ്ഥ ഓർത്ത് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഏട്ടത്തി ഞാൻ പറയുന്നത് കേൾക്കണം, ഏട്ടത്തിയുടെ കാല് ഞാൻ പിടിക്കാം, ദയവേത് ഏട്ടത്തി ഇവിടുന്ന് പോവരുത്. എൻ്റെ ഏട്ടന് വെളിവുണ്ടാവുന്നൊരു സമയം വരും. ഒരിക്കലും എൻ്റെ ഏട്ടത്തിയെ പോലെ ഒരാളെ എൻ്റെ ഏട്ടന് കിട്ടില്ല. അത് മുത്തശ്ശന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മുത്തശ്ശൻ എന്ത് വില കൊടുത്തും ഏട്ടത്തി ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ സങ്കടത്തോടെ ചോദിക്കുക, എന്ന് വെച്ച് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇനി കഴിയുന്നിടത്തോളം ഞാനിന്ന് എന്തായാലും ഏട്ടനോട് സംസാരിക്കാം. അപ്പം ഞാൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പരാതി പറഞ്ഞു എന്നൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയില്ല, എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ മതിയാവൂ. അവൻ എന്നെ സങ്കടത്തോടെ പറയുന്നുണ്ട്, കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളൊന്ന് ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതൊക്കെ ചെയ്തപ്പോൾ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസമായിരുന്നു. അതാ പെട്ടെന്നില്ലാതായത്. സത്യസന്ധമായിട്ട് പറയാ അനി, അനന്തപുരി തറവാട് ഒരു വലിയ വീടാണ്. പക്ഷേ ഈ വീട്ടിനകത്തേക്ക് കയറിയതിന് ശേഷം എനിക്ക് ശ്വാസം മുട്ടലല്ലാതെ മനസ്സമാധാനം കിട്ടിയിട്ടില്ല. ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള എൻ്റെ വീട് എനിക്ക് സ്വർഗ്ഗമായിരുന്നു. അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടാവുന്നുണ്ട്. അനി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ആ സ്വർഗത്തിൽ നിന്നും ഒരു നരകത്തിലേക്കാണ് വന്നത് അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടെടത്തി. എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനും ഇപ്പം മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ എല്ലാം സഫർ ചെയ്യുന്നത്. എനിക്ക് അനാമികമായിട്ടുള്ള ബന്ധത്തിന് ഒരു താല്പര്യവും ഇല്ല. പക്ഷേ മുത്തശ്ശന് കൊടുത്ത വാക്കിന് മുന്നിൽ ഞാൻ പകച്ചു പോവുക. സങ്കടത്തോടെ നേനയും പറയുന്നുണ്ട്, മുത്തശ്ശനെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും പാടില്ല അനി. അതുതന്നെ എനിക്കും പറയാനുള്ളത്. അനി തിരിച്ചും പറയാണ്, മുത്തശ്ശൻ്റെ അസുഖത്തെപ്പറ്റി നമ്മളിപ്പോഴാണല്ലോ അറിഞ്ഞത്. എന്നാൽ ഇത്രയും ദിവസം ആദർശേട്ടനും വല്യച്ഛനും ഒക്കെ അത് മനസ്സിൽ വെച്ച് അടക്കി പിടിച്ച് നടക്കുമായിരുന്നു. സ്വയം വേദനിക്കുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നാണ് ആദർശേട്ടൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരാൾക്ക് ഉറപ്പായും ഏട്ടത്തിയുടെ മനസ്സ് കാണാൻ കഴിയും. പക്ഷേ ഏട്ടത്തി കാത്തിരിക്കണം, പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നേന തലയാട്ടാണ്. അനി അവിടുന്ന് പോയതിനു ശേഷം നേനയുടെ ഉള്ളിലുള്ള ആശങ്കയും പെരുപ്പും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. അബി ബാറിലിരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ട്. അപ്പോഴാണ് ഇന്നലത്തെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ തല്ലിക്കൊള്ളിത്തരം പറഞ്ഞവൻ നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിർമ്മൽ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് നേരമായോ വന്നിട്ട്? അപ്പോൾ അബി ആ എന്ന് പറയുന്നുണ്ട്. ആവശ്യം എൻ്റേതായതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. അതിനുശേഷം നിർമ്മലിനോട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അബി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് നിർമ്മൽ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അബി ചോദിക്കുകയാണ്, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷേ അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് നിൻ്റെ കയ്യിലുണ്ടോ എന്നാണ്. ധാരാളം ഉണ്ട്. അത് നിൻ്റെ മൊബൈലുണ്ടോ? എങ്കിൽ അതെനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? ഓഫ് കോഴ്സ്. നിർമ്മല ആ ഫോട്ടോസ് അബിക്ക് സെൻഡ് ചെയ്യാണ്. അതൊക്കെ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളായിരുന്നു. അതൊക്കെ കാണുന്ന സമയത്ത് നോക്കിയിരുന്നിട്ട് അബിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയാണ്. അബിയുടെ മുഖത്തുള്ള പുഞ്ചിരി കാണുന്ന സമയത്ത് നിർമ്മല വിചാരിക്കുന്നുണ്ട്, സ്വന്തം ഭാര്യ അന്യപുരുഷൻ്റെ കൂടെ ഇതുപോലെ ഇഴുകിച്ചേർന്നിരിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ സന്തോഷിക്കുന്നൊരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതിനുശേഷം നിർമ്മലിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും ഇവൻ പ്രതികരിക്കുന്നില്ലല്ലോ എന്നാവും. അപ്പം നിർമ്മൽ പറയുന്നുണ്ട്, അബിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അബി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഭർത്താവിന് ഈ രീതിയിൽ വഞ്ചിക്കുന്ന ഒരുവളെ ആരെങ്കിലും കൂടെ കൊണ്ടു നടക്കുമോ? ഒരിക്കലുമില്ല. അവൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരുടെ ചോര കുടിക്കുന്ന ഒരുത്തിയാ. നിർമ്മലും തിരിച്ചു പറയാണ്. അപ്പം നമ്മളും എന്താ വേണ്ടേ? തിരിച്ച് അതുപോലെ വേണ്ടേ? അപ്പോൾ നിർമ്മൽ ചോദിക്കുന്നുണ്ട്, ഭാര്യ ആയിക്കഴിഞ്ഞാൽ ഒരു പരിമിതിയില്ലേ അബി? പരിമിതിയുണ്ട്, പക്ഷേ അതിനെ നമ്മൾ മറികടക്കണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ. എങ്ങനെ? നിർമ്മൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം. കൂടെ നിൽക്കുന്ന വാക്ക് തന്നു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും പിന്നെ ചതിക്കരുത്. അപ്പം നിർമ്മലും പറയുന്നുണ്ട്, നാളെ എനിക്കും ഈ ഗതി വരാം. നമ്മൾ വിശ്വസിച്ച് കൂടെ കൂട്ടുന്നവൾ ഒരുപക്ഷെ നമ്മളെ ചതിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ചെറുപ്പക്കാരനായ നിന്നോട് ഞാൻ നീതി പുലർത്തിയേ പറ്റൂ. നമ്മളിനി സുഹൃത്തുക്കളാ, ഓക്കെ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പരസ്പരം കൈകൊടുത്ത് സുഹൃത്തുക്കളാവുകയാണ്. അതിനുശേഷം അബി അവനും കൂടെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി. അതിനുശേഷം നിർമ്മല അയച്ചു കൊടുത്ത ആ ഫോട്ടോസ് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും നവ്യയുടെ ഓരോരോ പോസുകൾ നോക്കുകയാണ്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ നവ്യ ഇരുന്ന് ഉമ്മറത്തിരുന്ന് ഓരോ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അലക്കാനുള്ള തുണിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നയന അവളെ മൈൻഡ് ചെയ്യാതെ പോകുന്ന കണ്ടപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, എന്നെ മൈൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. ചേച്ചിയുടെ മുഖത്ത് നോക്കിയാൽ പിന്നെ എനിക്ക് ഒന്നിലധികം തവണ കുളിക്കേണ്ടി വരും, നയന പറയാണ്. അപ്പം നവ്യ എഴുന്നേറ്റ് വന്ന് നയനയോട് പറയാണ്, ഞാനാ തെറ്റ് ചെയ്തത്, പക്ഷേ കിടന്നൊരുങ്ങുന്നത് നീയാണല്ലേ. എൻ്റെ ഭർത്താവും ഞാനും ഒക്കെ ഏകദേശം ഒരേ സ്വഭാവക്കാരാ, പക്ഷെ അതുപോലെയല്ല നിൻ്റെ ആള്.
അങ്ങേർക്ക് കുറച്ച് ആദർശം കൂടുതലാ, പിന്നെ പേരും ആദർശം എന്നാണല്ലോ. അതുകൊണ്ട് ഇനി ബെഡ്റൂമൊക്കെ യുദ്ധക്കളമായിരിക്കും. നവ്യ ചിരിച്ചോട് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ ജീവിതം താറുമാറാവാതിരിക്കാൻ വേണ്ടിയാ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇത്രയും വലിയൊരു കള്ളത്തിന് കൂട്ടുനിന്നത്. എന്നിട്ടിപ്പോൾ എനിക്കുണ്ടായ തിരിച്ചടി ഓർത്ത് സന്തോഷിക്കുവാണല്ലേ? അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്കൊരു സന്തോഷവും ഇല്ല, എന്നാൽ വേദനയുമില്ല. നിന്റെ എല്ലാ പരാജയത്തിനും കാരണം നീ തന്നെയാ. നിന്റെ ഭർത്താവിൻ്റെ അമ്മയും കൂടെ നിന്നെ ഓരോന്ന് വേണ്ടാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ തിരിച്ചു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. കാരണം നമ്മളെപ്പോലുള്ള പെൺകുട്ടികളെ ഇവർക്കിനി വേറെ കിട്ടില്ല. അതുകൊണ്ടാണ് അബിയുടെ മുത്തശ്ശന് നമ്മൾ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ, നമ്മുടെയൊക്കെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. പക്ഷെ ആ പാവ മുത്തശ്ശൻ്റെ ആ സ്വഭാവം നമ്മളങ്ങനെ മുതലെടുക്കാൻ പാടില്ല. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ആര് മുതലെടുക്കുന്നു? എനിക്കറിയാം, നീ ഇപ്പം എന്നെ പ്രതിയാക്കി പുണ്യവതിയാവാൻ ശ്രമിക്കുകയാണെന്ന്. എനിക്ക് വേണ്ടിയാ നീ എല്ലാം ഒളിപ്പിച്ച് നടന്നെന്നല്ലേ നീ ഇവിടെ പറഞ്ഞു നടക്കുന്നേ? അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതല്ലേ സത്യം? സത്യം അതായാലും അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മളൊരു തെറ്റ് ചെയ്തു, പിന്നെ കൂടെ നിൽക്കണ്ടേ? നവ്യ ചോദിക്കുമ്പോൾ നയന പറയാണ്, ആത്മാർത്ഥതയുള്ളവരോടൊപ്പം കൂടെ നിൽക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ല. സ്വന്തം കൂടപ്പിറപ്പിനെ വരെ ചതിക്കുന്ന സ്വഭാവമാണ് എൻ്റെ ചേച്ചിയുടേത്. സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം വിജയത്തിന് വേണ്ടി എന്തു ചെയ്യുന്ന സ്വഭാവക്കാരെ കണ്ണുടച്ചങ്ങനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും പറ്റില്ല. ഈ വീട്ടുകാരുടെ മാത്രമല്ല, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നന്ദുവിൻ്റെയും നിസ്സഹാവസ്ഥ പോലും നമ്മുടെ വീട്ടിലെ മൂത്ത സന്തതിയായ ചേച്ചി പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുക. അതിനൊന്നും നവ്യ മറുപടി പറയുന്നില്ല. അപ്പം നയന സങ്കടത്തോടെ പറയാണ്, അച്ഛനെയൊക്കെ ഒരു തവണയല്ല, ഒരുപാട് തവണ ചേച്ചി കൊന്നു കഴിഞ്ഞു. ആര് ചത്താലും ജീവിച്ചാലും ചേച്ചിക്ക് സുഖിച്ച് ജീവിക്കണം. അതിനപ്പുറം ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല. നയന അത്രയും പറഞ്ഞിട്ടും നവ്യ തിരിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ജലജ ഡൈനിങ് ടേബിളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വസുന്ധര അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. അപ്പം അമ്മയില്ലാത്ത നേരം നോക്കി അച്ഛനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജലജ. ആ സമയത്താണ് അവർ അതുവഴി പോകുന്നത്. അപ്പം ജലജ വിചാരിക്കുന്നുണ്ട്, ഏത് നേരത്തും അമ്മ അച്ഛൻ്റെ കൂടെയുണ്ട്, വല്ലപ്പോഴും മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് ഈ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് ഇതാണ് പറ്റിയ സമയം, അച്ഛനെ പോയി കാണാം എന്ന് വിചാരിച്ചിട്ട് വേഗം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഒന്ന് ചുമച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ? നേരം പറഞ്ഞ്, ഞാൻ എന്തിനാ വന്നതെന്ന് അച്ഛൻ അറിയാലോ. 2-3 ബ്രാഞ്ച് നോക്കി നടത്തിയിരുന്നതാ എൻ്റെ മോൻ. ഇന്നിപ്പോൾ അവൻ നമ്മുടെ ജ്വല്ലറിയിലെ വെറും ഒരു തൊഴിലാളിയോ? മൂർത്തി തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ അവനെ തരം താഴ്ത്തിയില്ലേ? ഇന്നവൻ വെറും 50,000 രൂപയുടെ ശമ്പളക്കാരനാ. അതവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. അപ്പം ജലജ പറയുന്നുണ്ട്, അച്ഛാ, എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പരിഗണന കിട്ടാത്തത്. അവൻ അർഹമായതൊന്നും കൊടുക്കുന്നില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇത് ചോദിക്കാൻ പറ്റൂ. അപ്പം മൂർത്തി വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ച് ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ആയുസ്സിനെ പറ്റി ഡോക്ടർമാർക്ക് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പേടിയായിരിക്കും നിനക്കല്ലേ? അപ്പോൾ ജലജ പെട്ടെന്ന് തന്നെ പറയാണ്, അയ്യോ അങ്ങനെ പറയല്ലേ അച്ഛാ. അച്ഛന് വേണ്ടി ഞാൻ ഒരുപാട് വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട്. അച്ഛനാണ് ഈ വീടിൻ്റെ നെടുന്തൂണ്. അച്ഛനില്ലാത്ത അനന്തപുരി വീടിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അപ്പം മൂർത്തി അവളെ തന്നെ നോക്കിക്കൊണ്ട് പറയാണ്, എല്ലാവരുടെയും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് നീ നിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട. അപ്പം ജലജ ഡിസ്റ്റർബായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ മറ്റാരെക്കാളും കൂടുതൽ നയനയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ കള്ളങ്ങൾ മാത്രം ചെയ്യുന്നവരാ നയനയും അവളുടെ ചേച്ചിയും ഒക്കെ. അങ്ങനെയുള്ളവളെ ഈ രീതിയിൽ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഇത്തരം വർത്തമാനങ്ങൾ നിർത്തിക്കോ. നയനമോളെക്കുറിച്ച് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അച്ഛാ. അതോർത്തിന് നീ സങ്കടപ്പെടേണ്ട. എല്ലാവർക്കും തരാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നിരിക്കും. അപ്പോൾ ജലജയുടെ മുഖത്ത് പുഞ്ചിരി വിരിയാണ്. മൂർത്തി പറയുന്നുണ്ട്, ഞാനങ്ങ് പോയാലും എൻ്റെ സ്വത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു തല്ലുണ്ടാവാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഇവിടെ ആരും തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കാനും പാടില്ല. എത്രയും പെട്ടെന്ന് ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ വേറൊന്നും കൊണ്ടല്ല അച്ഛ പറഞ്ഞത്. അത്രയും ഞങ്ങൾ ഈ വീട്ടിലകത്ത് ഒതുങ്ങിപ്പോയി. ആരും ഞങ്ങൾക്കൊരു വിലയും തരുന്നില്ല. അപ്പം മൂർത്തി പറയാണ്, വിലയില്ലാത്തവർക്ക് വില തരേണ്ട കാര്യം എന്താ? എല്ലാവർക്കും തരാനുള്ളത് തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ ജലജ സ്നേഹത്തോടെ തന്നെ പറയുന്നുണ്ട്, ശരി അച്ഛാ, ഇനി ആരൊക്കെ എന്നെയും എൻ്റെ മക്കളെയും മറന്നാലും അച്ഛൻ മറക്കില്ലെന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടാണ് ജലജ അവിടുന്ന് പോകുന്നത്. ജലജ പുറത്തിറങ്ങിയപ്പോൾ വസുന്ധര അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ അമ്മേ, നീ എന്താ ഇവിടെ? അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ അച്ഛൻ മരുന്ന് കഴിച്ചു എന്നറിയാൻ വേണ്ടി വന്നതാ. എന്താ പതിവില്ലാതെ? അപ്പം ജലജ അവരോട് പറയാണ്, ഇനി അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പം വസുന്ധര ഒരു സംശയത്തോടു കൂടിയാണ് അത് നോക്കി കാണുന്നത്. മുറിയിലേക്ക് വന്നതിന് ശേഷം മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്താ പറഞ്ഞേ? അവൾക്ക് പറയാൻ ഒറ്റ വിഷയമേ ഉള്ളൂ, അത് അവൾ പറഞ്ഞു. അതിലും കാര്യമുണ്ട്. അപ്പം അവർ ചോദിക്കും, എന്താ?
ഏയ് ഒന്നുമില്ലടോ. പിന്നെ കൂടുതലൊന്നും ചോദിക്കാതെ കയ്യിലിരിക്കുന്ന ജ്യൂസ് മൂർത്തിക്ക് നേരെ നീട്ടുകയാണ് അവർ. അപ്പോൾ നയനമോൾ ഉണ്ടാക്കി തന്നതാ എന്ന് പറഞ്ഞത് ശേഷം അദ്ദേഹം അത് കുടിക്കുന്നുണ്ട്. നയന അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കനക അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നയനയെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി മോളെ എന്ന് വിളിച്ചുകൊണ്ട് നയനയുടെ അരികിലേക്ക് വരികയാണെങ്കിൽ നയന സ്ഥലകാല ബോധമില്ലാതെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ 1-2 തവണ വിളിച്ചതിന് ശേഷമാണ് നയന അറിഞ്ഞത് പോലും. അപ്പം നയന ബോധത്തിലേക്ക് വന്നതിന് ശേഷം കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സ്ഥലകാല ബോധമില്ലാത്തതുപോലെ നടക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ, നയന സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോൾക്ക് അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? നയന അതിന് മറുപടി ഒന്നും പറയാതെ അമ്മയുടെ നേരെ തന്നെ നോക്കുകയാണ്. അപ്പം കനകയും പറയുന്നുണ്ട്, ഓ അതേപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നയനയുടെ ഉള്ളിങ്ങനെ തേങ്ങുമായിരുന്നു. അപ്പോൾ കനക പറയുന്നുണ്ട്, പാവം എൻ്റെ മോള് തെറ്റ് ചെയ്യാതെ ഒരുപാട് കരയുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. മോൾക്ക് മനസ്സമാധാനം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ അമ്പലത്തിലേക്ക് വരാനിരുന്നതാ. മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, ഉറക്കം കുറവാണോ? ഒന്നിനും നയന മറുപടി പറയുന്നില്ലായിരുന്നു. കനക തന്നെ പറയുകയാണ്, എന്തായാലും മോളെ കണ്ടതല്ലേ, അമ്മ പെട്ടെന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്നിട്ട് കയ്യിലിരിക്കുന്ന പൊതി, അതായത് കിറ്റ് നയനയുടെ കയ്യിലേക്ക് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ അമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. അമ്മ അകത്തേക്ക് പോയിട്ട് ഒറ്റക്കായ ശേഷം വീണ്ടും നയനയുടെ മനസ്സിലേക്ക് വരുന്നത് ആദർശ് അന്ന് പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. എൻ്റെ മനസ്സിനകത്ത് ഞാൻ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അത് നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവുമ്പോൾ, അവൻ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുമ്പോൾ അവനെ വേദനിപ്പിക്കാൻ, ജീവിതത്തിൽ കരയിപ്പിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ കടന്നു വരും. അങ്ങനെ എൻ്റെ സന്തോഷം കളയാൻ വേണ്ടി, എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി, എന്നെ കരയിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടതാ നിന്നെ. ആദർശിൻ്റെ വാക്കുകൾ ഒരു കൂരമ്പ് പോലെയാണ് നയനയുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്നത്. അവൾ പോലും അറിയാതെ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കനക അമ്പലത്തിൽ നിന്നും വന്നതിന് ശേഷം നയന അമ്മയുടെ നെഞ്ചിലേക്ക് തലചായ്ച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോൾ കനക അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാ മോളെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കരയുന്നത്? കല്യാണം കഴിഞ്ഞു പോയെങ്കിലും ഞാൻ ഇപ്പോഴും അമ്മയുടെ കൊച്ചുകുട്ടി തന്നെയാണ്. നയന വീണ്ടും പൊട്ടി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെയാണ് കനകയും പറയുന്നത്, മോൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് അമ്മയ്ക്കറിയാം. ആദർശും മോളുടെ അമ്മായിയും അമ്മയൊക്കെ മോളെ ഒരുപാട് വെറുക്കുന്നുണ്ടാവും. ഇനി ഒരു കാരണവശാലും എൻ്റെ മോൾക്ക് അവിടെ കഴിയാനുള്ള അർഹതയില്ല. എന്നിട്ടും ആദർശിൻ്റെ മുത്തശ്ശന് വേണ്ടിയ മോൾ അവിടെ കടിച്ചു തൂങ്ങുന്നതെന്ന് ഈ അമ്മയ്ക്കറിയാം. അന്ന് വളകാപ്പിൻ്റെ അന്ന് 2 കാര്യങ്ങളാണ് വെളിപ്പെട്ടത്. അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലെന്ന് എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത്. തൊട്ടടുത്ത നിമിഷം ആദർശ് മോൻ്റെ മുത്തശ്ശന് ക്യാൻസർ ആണെന്ന് എല്ലാവരും അറിയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അന്ന് അവിടെ നടന്നതൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല മോളെ. അപ്പം നയനയും പറയുന്നുണ്ട്, അത് അമ്മയുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, മറ്റു പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. എന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും, എന്നെ എങ്ങനെ കണ്ടെന്നാലും ആദർശേട്ടൻ സത്യസന്ധനാ. അങ്ങനെയുള്ള ഒരാൾക്ക് കനത്തൊരു തിരിച്ചടിയാണ് ഞാൻ കൊടുത്തത്. തെറ്റ് ചെയ്തത് ചേച്ചിയാണെങ്കിലും അത് മൂടി വെച്ചത് ഞാനാ. ഉറപ്പായും ഞാനത് ആദർശേട്ടനോട് പറയണമായിരുന്നു. അത് കനകയെ അത് സമ്മതിക്കുന്നുണ്ട്. അതേ മോളെ, ആദർശ മോനെ മാത്രമല്ല എല്ലാവരെയും മോളത് അറിയിക്കണമായിരുന്നു. അവൾ മരിക്കൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്ങനെ ചെയ്തോട്ടെ എന്നങ്ങ് കരുതണമായിരുന്നു. സത്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കുഴപ്പമല്ല മോളെ, പക്ഷെ ഇതുപോലുള്ള കള്ളങ്ങൾക്കൊപ്പം നിൽക്കേണ്ടി വന്നാൽ നമ്മൾ ഒരുപാട് കരയേണ്ടി വരും. അത് കേൾക്കുന്തോറും ഞാൻ പൊട്ടി പൊട്ടി കരയാണ്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനം വേറെ ഒരിടത്തും എനിക്ക് കിട്ടാറില്ല. എന്തിനാ അമ്മേ ചേച്ചി കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എന്നോട് പകരം ഇരിക്കാൻ പറഞ്ഞത്? അതുകൊണ്ടിപ്പോൾ അന്തസ്സായി തലയുയർത്തിപ്പിടിച്ച് അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഇപ്പോൾ എന്നെയും ചേച്ചിയും കാണാൻ വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഉള്ളു പൊട്ടിക്കൊണ്ടാണ് പറയുന്നത്. അത് കേൾക്കുന്നവരും കനകക്കും താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടുകയാണ്. അമ്മയും മകളും കൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. അനി ഉമ്മറത്ത് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശെ കണ്ടപ്പോൾ തന്നെ അനി വേഗം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത്. എന്താടാ? ഡോക്ടർ ബഷീർ അഹമ്മദ് ക്യാൻസർ ചികിത്സയിൽ എക്സ്പേർട്ടാ. നമ്മൾ ഫോറിൻ ഡോക്ടേഴ്സിൻ്റെ സഹായം തേടുമ്പോൾ അദ്ദേഹത്തെ വിദേശത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ആദർശും പറയുന്നുണ്ട്, ഈ ഡോക്ടറെ പറ്റി ഞാൻ കുറേ ദിവസങ്ങളായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അനാമികയുടെ അച്ഛൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തന്നത്. ഞങ്ങൾ ഇൻ്റർനെറ്റിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ തപ്പിയെടുത്തു. അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ മുത്തശ്ശനെയൊക്കെ അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലി നമ്മുടെ കസ്റ്റമറാണ്. മുംബൈയിലുള്ള നമ്മുടെ ഷോറൂമിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല മുത്തശ്ശനെക്കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് സ്നേഹത്തോടെ പറയാണ്, ശരിയടാ, നമുക്ക് എന്ത് വില കൊടുത്തു മുത്തശ്ശനെ രക്ഷിച്ചേ പറ്റൂ. മുത്തശ്ശൻ അസുഖാണെന്ന് അറിഞ്ഞതിന് ശേഷം വീട്ടിൽ മൊത്തത്തിലൊരു മൂകതയുണ്ട്. അത് ശരിയാ. അതിനിടയ്ക്ക് ഏട്ടത്തിയോടുള്ള സമീപനവും വീട്ടിൻ്റെ താളം തെറ്റിച്ചിട്ടുണ്ട്. അനി തിരിച്ച് മറുപടി പറയാണ്. അപ്പോൾ ആദർശ് അനിയത്തിനെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.